നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചാലക്കുടി പരിയാരം പോത്തിങ്ങലുള്ള ലിറ്റിൽ ഫ്ലവർ നഴ്സറിയിലാണ്. അപ്പോൾ ഇവിടെ ചെടികളൊക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ സെറാമിക്കിൻ്റെ ചട്ടികളും ചെടിച്ചട്ടികളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചി നമസ്കാരം. നമസ്കാരം. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അത്യാവശ്യം ഹിറ്റായതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി വന്നിരിക്കണതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ശരി, പിടിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു ടൈപ്പ്, ഇത് സെറാമിക്കിൻ്റെ അല്ലേ? സെറാമിക്കിന്റെ. ഇത് എന്ത് ടൈപ്പ് സംഭവമാണ് ഇത്? ചെടി വെക്കാൻ തന്നെ, പക്ഷെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റിയ സംഭവം അല്ലേ? ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഇല്ലേ, ഈ ടൈപ്പ് സാധനങ്ങള്. അതെ, ഇങ്ങനത്തെ ഒക്കെ ചെടികള് ചെറിയ ബൗളിലാക്കിട്ടേ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ്. ഈ ഭാഗത്തും വെക്കാം, ഈ ഭാഗത്തും വെക്കാം. ഇത് ഏകദേശം എത്ര രൂപയായിരിക്കും പറഞ്ഞ ഈ ഒരു ചട്ടിക്ക് സെറാമിക്കിന്റെ? ഇതിപ്പോ ആലോചിച്ച് പറഞ്ഞതേ 900-ത്തിന് മുകളിലുള്ള ചെടികളൊക്കെ ഉണ്ട്. 900 ആ റേഞ്ചിന് മേലുള്ളതുണ്ട്, താഴെയുള്ളതുണ്ട്. ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ ഒരു ചട്ടികൾ വരിക. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് തന്നെ വേറെ ഒരു സെറാമിക്കിന്റെ ഇതിങ്ങനെ എടുക്കാൻ പറ്റിയതല്ലേ? സ്റ്റാൻഡോട് കൂടി ആട്ടത് പറഞ്ഞേ. ഇത് സ്റ്റാൻഡോട് നമുക്ക് ഇതേപോലത്തെ തന്നെ ഏതെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ചട്ടിയാണത്. ഈ ഒരു മരത്തിന്റെ സ്റ്റാൻഡോട് കൂടിയാണ് ഇതും പറഞ്ഞതല്ലേ? ഇതിന് ഏകദേശം ഒരു രണ്ടും കൂടി ആകുമ്പോൾ 700-ഓളം റേഞ്ച് വരും. 700-ഓളം ആ റേഞ്ചിൽ വരും കേട്ടോ. ഈ ഒരു ഇതാകുമ്പോൾ നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ്, ഇൻഡോർ പ്ലാന്റ്സിനാണ് കൂടുതൽ വെക്കാൻ പറ്റിയത്. അതായത് ഭംഗിക്ക് വേണ്ടി വെക്കാൻ വേണ്ടി സെറാമിക്കിന്റെ ചട്ടികൾ എന്ന് പറയുമ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ടാവും. പ്ലാസ്റ്റിക് ചട്ടികൾ പോലെയല്ല, സെറാമിക്കിന്റെ ചട്ടികൾക്ക് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മളിത് ഇവിടെ വരുമ്പോൾ ഈ ഒരു വെറൈറ്റി കൊട്ട പോലത്തെ ഒരു ചട്ടി ഉണ്ട്. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? ഇതിന് ഒരു 100 താഴെയായിട്ടൊക്കെ വരും. ആ റേഞ്ചൊക്കെ വന്നുള്ളൂ കേട്ടോ. അത് ഈ ഒരു സെറാമിക്കിന്റെ ഇത് നമുക്ക് മറ്റേ അഡീനിയം പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ ചട്ടിയാണ് കേട്ടത്. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് പറ മോഡൽ വന്നത്. ഇതിനൊക്കെ ആ ഒരു ഏകദേശം റേറ്റ് ആ ഒരു റേറ്റ് ആയിരിക്കും വരാം. ഇത് എന്ത് ടൈപ്പ് ആയിരുന്നു ഈ ഒരു ടൈപ്പ് ചട്ടി പറയുമ്പോ? ഇതൊരു പൂച്ചയുടെയൊക്കെ മോഡൽ വരുന്ന അങ്ങനത്തെ പല ടൈപ്പുകളുണ്ട്. നമുക്കിത് നോർമൽ ചട്ടികളല്ലാണ്ട് പല പല ടൈപ്പിലും ഷേപ്പിലൊക്കെ വരുന്ന സെറാമിക്കിന്റെ ചട്ടികളാട്ടോ ഇവിടെ ഉള്ളത്. കലത്തിന്റെ ഷേപ്പ് വരുന്ന ഒരു ടൈപ്പ് സെറാമിക്കിന്റെ ഉണ്ട്. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? 90 രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കും ഇതിന്റെ റേറ്റ് വന്നത്. പിന്നെ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനത്തെ കുറെ ടൈപ്പ് ഉണ്ട്. ഇതില്ലേ ഇത് ഗ്ലാസിന്റെ ടൈപ്പ് മോഡല് നമുക്ക് ഈ ഡൈനിങ് ടേബിളുമൊക്കെ വെക്കാൻ പറ്റിയ ചട്ടികള് അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റും. ഇതൊരു 100 രൂപ 90 രൂപ ഒക്കെ റേഞ്ച് വരുന്ന സെറാമിക്കിന്റെ ചട്ടിയാണ്. പിന്നെ അങ്ങനെ തന്നെ കുറെ അതിന്റെ കളർ ഉണ്ട് വേറെ. ഇത് ചട്ടിയുടെ തന്നെ ഇതില് വരുന്നതല്ലേ, പ്ലാസ്റ്റിക് ചട്ടിയുടെ മോഡല് സെയിം വരുന്ന ഒരു സെറാമിക്കിന്റെ ചട്ടിയാണ് ഇത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ തണ്ണിമത്തന്റെ ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് തണ്ണിമത്തന്റെ ഷേപ്പിൽ വരുന്ന ഒരു ചട്ടി ഉണ്ട്. നല്ല ഭംഗിയുണ്ടാണ്. നമുക്ക് നമ്മുടെ ടേബിളിമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതിന് എത്ര രൂപയായിരിക്കും വരിക? ഇതിന് 300-ന് താഴെയൊക്കെ വരും. 300 ആ റേഞ്ചിലായിരിക്കട്ടെ ഇതിന്റെ റേറ്റ് വന്നത്. ഇത് സെറാമിക്കിന്റെ ചട്ടികൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നോർമൽ ചട്ടികൾ പോലെയല്ല. പിന്നെ അതും ചെടിച്ചട്ടി മോഡല് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ കുറച്ചും കൂടെ വെറൈറ്റി ടൈപ്പ്. ഇത് ഓൾറെഡി ഇത് വരുന്നതാണല്ലേ, പ്ലേറ്റ് വരുന്നതാണല്ലേ, പ്ലേറ്റ് വരുന്ന സെറാമിക്കിന്റെ ചട്ടികളാണ് കേട്ടോ. ഇത് കുറച്ച് ഡിസൈനൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാൻ പറ്റിയ ചട്ടികളാണ്. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? 300 ആ റേഞ്ചിന് അങ്ങനത്തെ റേഞ്ച് ആയിരിക്കട്ടെ അത് വരാം. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ അതിന്റെ തന്നെ വേറെ ടൈപ്പാണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മേശപ്പുറത്തൊക്കെ വെക്കാം. വെള്ളം വീണാലും ഇതിൽ വന്നിങ്ങനെ കിടന്നോളൂ. അപ്പം അങ്ങനത്തെ ടൈപ്പ് കുറേ ചട്ടികളിലൂടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു പ്രിൻ്റ് ഡിസൈൻ, സൈക്കിളിൻ്റെ പ്രിൻ്റൊക്കെ ഡിസൈൻ ചെയ്ത അങ്ങനത്തെ ടൈപ്പ് ചട്ടികൾ ഇവിടെ ഉണ്ട്. അതുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പായിരുന്നു?
ഇങ്ങനെ തൂക്കി വെക്കുന്നതല്ലേ? അവിടെ വെച്ചിട്ടുണ്ടോ? അതെ, അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് കൊളുത്തുണ്ട്, ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. കൊളുത്തുണ്ട്. പിന്നെ അത് ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പോവാണെങ്കിലോ ഇങ്ങനെ ഭംഗിക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ചുമരുമ വെക്കാൻ പറ്റിയതാണ് കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് സെറാമിക്കിൻ്റെ. പിന്നെ ഇത് മേശപ്പുറത്ത് വെക്കുന്ന ഇത് സ്റ്റാൻഡൊക്കെ ഉള്ള പോലത്തെ മേശപ്പുറത്ത് വയ്ക്കുന്ന ടൈപ്പ് ഒരു സെറാമിക്കിൻ്റെ ഇതാണ്. ഇതിന് ഏകദേശം എത്ര രൂപ വരും? 100 100 താഴെ. അപ്പം അതിൻ്റെ തന്നെ പല കളേഴ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വേറെ പല ടൈപ്പ് കളറുകൾ ഇവിടെ ഉണ്ട്. ഇത് ഹാങ് ചെയ്യണതാണ്. നമുക്ക് ആണിമ കൊളത്തിട്ട നല്ല ഡിസൈനുള്ള ചെടികളൊക്കെ വെക്കും. ഇത് ഹാങ് ചെയ്യുന്ന ടൈപ്പ് സെറാമിക്കിൻ്റെ ചട്ടി ഇവിടെ ഉണ്ട്. അതിന് വള്ളിയുണ്ട്, കാര്യങ്ങളൊക്കെ. അതിൻ്റെ തന്നെ കളേഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം എത്ര രൂപയായിരിക്കും പറഞ്ഞാൽ? ഒരു 100 രൂപ താഴേക്ക് ആയിരിക്കട്ടെ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് വെള്ളി മൂങ്ങയുടെ ഷേപ്പിൽ വരുന്ന ടൈപ്പ് സെറാമിക്കിൻ്റെ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാൻ പറ്റിയ ചെടികളാണ്. ഇതൊക്കെ ടേബിളുമേക്കതേ നമുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന് ഏകദേശം എത്ര രൂപ വരും? 200 റേഞ്ച്. കറക്റ്റ് റേറ്റ് നിങ്ങൾ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു റേറ്റാണ് നമ്മളിവിടെ പറയണ കേട്ടോ. പിന്നെ ഇത് മരത്തിൻ്റെ ഷേപ്പ് അല്ലേ? മരത്തിൻ്റെ ഷേപ്പ് വരുന്നതാണ്ട ആ ഒരു ടൈപ്പ് സെറാമിക്കിൻ്റെ ഇതുണ്ട് ഇവിടെ. പിന്നെ ഇത് ഒരു കുറുക്കൻ്റെ ഒക്കെ ഷേപ്പ് അല്ലേ? ഷേപ്പ് വരുന്ന ഇതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിത് നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ അലങ്കരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വെക്കാൻ പറ്റും. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? 500 താഴെ മുകളിലൊക്കെ വരുന്നുണ്ട്. പല റേറ്റ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. നമുക്ക് സെറാമിക്കിൻ്റെ ഇത് സെറാമിക്കിൻ്റെ ആണ്. അപ്പൊ അതിൻ്റെ ഒരു റേറ്റ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും ആ ഒരു ടൈപ്പ്. പിന്നെ ഇത് വേറെ സെപ്പറേറ്റ് തന്നെയാണോ? അതോ സെപ്പറേറ്റ് തന്നെ ഒരു നോർമൽ മേശമൊക്കെ ചെറിയ പരന്നൊരു ചട്ടിയാണ് കേട്ടത്. ആ ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആടിന്റെ ഷേപ്പുള്ള സെറാമിക്കിന്റെ ഒരു ചട്ടിയാണ് കേട്ടോ. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? ഈ ആടിന്റെ ഷേപ്പ് 100 താഴെ 150 താഴെ 150 ആ റേഞ്ചിന് താഴെ ആയിക്കോട്ടോ ആ ഒരു സെറാമിക്കിന്റെ ടൈപ്പ് വരാം. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുണ്ട്. ഇത് പെയിന്റ് ചെയ്തിരിക്കണതാണല്ലേ? അവരെന്നെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നത് നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാൻ പറ്റിയ. അപ്പം അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെറാമിക്കിന്റെ ഒരുപാട് ചട്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഉരുളി പോലത്തെ നമുക്ക് നമ്മൾ മേശയുടെ മുകളിൽ മറ്റേ വെള്ളമൊക്കെ ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റിയ ആമ്പല് അങ്ങനത്തെ ഇടാൻ പറ്റിയ സെറാമിക്. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? 300 വലിപ്പനുസരിച്ചാണ് റേറ്റ്. അപ്പൊ കറക്റ്റ് റേറ്റ് ആള് പറയും കേട്ടോ. അവിടെ വരുമ്പോ നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഞാൻ കണ്ടത് ഇവിടെ വെറൈറ്റി സാധനങ്ങൾ. ഇത് മരത്തിന്റെ ആണോ? അല്ലേ? ഇത് ഇതും എന്തെങ്കിലും നമുക്ക് ചെടികൾ വെക്കാൻ പറ്റിയ ടൈപ്പ് സാധനം ഉണ്ട്. ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോം എന്നൊക്കെ എഴുതി നല്ല അടിപൊളി. നമുക്ക് മറ്റേ റൂമിലോ അല്ലെങ്കിൽ ഷെൽഫിലോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പായിട്ട്. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? ഓക്കെ, ഇതിനൊക്കെ റേറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ആള് പറയും കേട്ടോ കറക്റ്റ് എത്രയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് പൂച്ചയാണ്. ഇല്ലല്ല, ഇത് പൂച്ചയുടെ ഷേപ്പിൽ വരുന്ന കേട്ടോ. ഇത് പൂച്ചയുടെ ഷേപ്പിൽ വരുന്ന ടൈപ്പ് ഒരു സെറാമിക്കിന്റെ ചട്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ. ഇത് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള അതിപ്പോ നമുക്ക് തുണി വെച്ച് അടച്ചു കഴിഞ്ഞാൽ വെള്ളം പോവില്ല പറയണ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്ലേറ്റ് വാങ്ങിച്ചാൽ അതൊന്നും വെച്ചാലും മതി. ഇതേപോലത്തെ ഒരു പ്ലേറ്റ് വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങി വെച്ചാലും നമുക്ക് വെള്ളമായിട്ട് യൂസ് ചെയ്യാം. വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറേ ഒരുപാട് സെറാമിക്കിൻ്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു വെറൈറ്റി സാധനം കണ്ടത് ഇതാണ്. ഇത് നൈസായിട്ട് കേട്ടോ.
ഇത് എന്ത് ടൈപ്പ് വരണാണ്? ബാമ്പു ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയതല്ലേ? ബാമ്പു. ആ, ബാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ് കേട്ടോ സെറാമിക്കിന്റെ. അത്യാവശ്യം നല്ല നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. സ്റ്റാൻഡ് നമുക്ക് ഈ സ്റ്റെപ്പിന്റെ ഒക്കെ സൈഡിലോ അവിടെയൊക്കെ വെക്കാൻ അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് അത്. ഇത് അത് വരണുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് മണി പ്ലാന്റുകള്, മണി പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മണി പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇതിനൊക്കെ എത്ര രൂപ റേഞ്ച് വരും? 100 രൂപ, 120 രൂപ, കൂടുതലും ഉണ്ട് കേട്ടോ. അതിന്റെ പല ടൈപ്പ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുണ്ട് ഇവിടെ. വഞ്ചിയുടെ മോഡലുള്ളൊരു സെറാമിക്കിന്റെ ഇതുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സംഭവമാണ്. അതുണ്ട് ഇവിടെ. അപ്പോൾ സെറാമിക്കിന്റെ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസുകൾ സെറാമിക്കിന്റെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ചട്ടി അതിനുണ്ടോ? അത് വേറെ വെറൈറ്റി ഒരു സംഭവമാണ് കേട്ടോ. അത് നല്ല അടിപൊളി. ഇത് 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 വലിയ ഇതൊക്കെ വെക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും അകത്തൊക്കെ സൈഡിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ് ഇത്. ഇത് എത്ര രൂപയൊക്കെ റേഞ്ച് വരുമായിരിക്കും? ഏകദേശം 500 വരുന്നുണ്ട് റേഞ്ച് ആയിരിക്കും ഇതിന്റെ. താഴെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മേള. അത് കറക്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ചോദിക്കണമായിരിക്കും നല്ലത്. അപ്പം അങ്ങനത്തെ ചട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സെറാമിക്കിൻ്റെ ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ സെറാമിക്കിൻ്റെ ഐറ്റംസുകൾ. ഇത് ഇത് സെറാമിക്കല്ലല്ലോ. ഇതെന്നാലും നമുക്ക് ചെടി വെക്കാൻ പറ്റിയൊരു ടൈപ്പാണ് കേട്ടോ. അതാ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള മരത്തിൻ്റെ ഒരു ഷേപ്പ് വരുന്ന സെറ്റപ്പാണ്. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ സെറാമിക് ചട്ടികൾ കേട്ടോ. അതെ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സെറാമിക്കിൻ്റെ വലിയ ചട്ടികളാണ് കേട്ടോ. അതുണ്ട്. ഇതൊക്കെ 500 താഴെയുള്ളതുണ്ട്, നല്ല വിലയുള്ളതുണ്ട്, പല പല റേറ്റിനുള്ളതുണ്ട് കേട്ടോ. ഇത് നല്ലതാട്ടോ. ഇത് നല്ല വലിയ അത്യാവശ്യം വലിയ ചട്ടിയാണ്. ഇത് നമുക്ക് വീടിൻ്റെ മുമ്പിൽ അവിടെയൊക്കെ 2 സ്റ്റെപ്പിൻ്റെ സൈഡുകളിലൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് സെറാമിക്കിൻ്റെ ആട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ഷേപ്പുകൾ വരുന്നത്. ഇപ്പം ഇതിൽ ചെടി വെച്ചാണ് കണ്ടില്ല, നല്ല ഭംഗിയിൽ ഇതാ കണ്ടോ. ആ ഒരു ഷേപ്പിന് കറക്റ്റാക്കി പോകുന്ന രീതിക്ക് വെച്ചിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതെ, അങ്ങനത്തെ ഇതുണ്ട്. അതെ, അതിൻ്റെ നോർമൽ ഉണ്ട്. പിന്നെ ഇതെവിടെയാണ് ചെടി വെക്കുക? അതിങ്ങനെയാണ് കേട്ടോ. അതെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പോൾ ചെറിയ ചെടികളൊക്കെ വെക്കുക അതിൽ. ചെറിയ ഏതെങ്കിലും ചെടികളൊക്കെ വെക്കാൻ പറ്റിയത് കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ അല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. അതെ, അത് ഇങ്ങനത്തെ ഇത് എയർ പ്ലാന്റ് അല്ലേ? ചെറിയ പൂവുണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ. അതെ, ഇതിങ്ങനെ നിന്നോളൂല, അങ്ങനെ നിന്നോളൂ. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ അവിടെ. അതെ, ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ ഡിസൈൻസ് വരുന്നത്. അവിടെ വേറെ ഒരു എണ്ണാൻ്റെ ഷേപ്പിലുള്ള ഒരു ടൈപ്പ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് വലിയ ബാമ്പൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ പോലത്തെ സെറാമിക്കിൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ. അതേ, ഇവിടെ ഇതൊക്കെ റേറ്റ് നിങ്ങൾ ഇവിടെ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ ആള് കറക്റ്റ് റേറ്റ് അപ്പോൾ പറയും. ചാക്കിൻ്റെ പോലത്തെ ചാക്കിൻ്റെ പോലത്തെ ടൈപ്പ് സാധനമുണ്ട്. അതെ, അതുണ്ട്. ആ സെറാമിക്കിൻ്റെ ടൈപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകൾ സെറാമിക്കിൻ്റെ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ സെറാമിക്കിൻ്റെ നമുക്ക് അത്ര ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയിലേക്ക് കിടന്നാലോ. അവിടെ ഇതിൽ ഏറ്റവും വില കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി ഏതാ? ഏറ്റവും റേറ്റ് ഒന്ന് ഇതൊക്കെ എത്രയായിരിക്കും വരാ? 6 രൂപ ആയിരിക്കട്ടോ. ഇതിന് തുടങ്ങി നമുക്കൊരു 500 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ വലിയ ചെറുത് തുടങ്ങി വലിയത് വരണത് നമുക്ക് പരിചയപ്പെട്ട് വരാം. ഇപ്പൊ നമുക്ക് ഇത് ഇന്നർ വരണത് നിങ്ങൾക്ക് ഇതേ ഇങ്ങനെ ഇന്നർ പ്ലസ് ഒരു ചട്ടി വരുന്നതാണ്. നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ്. ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും വരാം? 60 രൂപ ആയിരിക്കട്ടെ പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു ടൈപ്പാ. അതിന്റെ തന്നെ വേറെ ഡിസൈൻ ആണുള്ളത്. ഇതിലൊരു ചട്ടി ഉണ്ട് കേട്ടോ. അതിന്റെ വേറൊരു ഡിസൈൻ ടൈപ്പാണുള്ളത് ഇത് വരണത്.
അതിന്റെ തന്നെ ഇന്നറുള്ള വേറൊരു ടൈപ്പ് ടൈപ്പ് ഉണ്ട് നമുക്ക്. ഇതിന്റെ തന്നെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. ഇതൊരു കളർ ബ്ലാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ബ്ലാക്ക് കളറും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ വൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതിന് 3 ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ ചട്ടികൾ കേട്ടോ. ഇന്നർ വരുന്നത് ഇത് നമുക്ക് വീണ്ടും ഒരു 60 രൂപ റേഞ്ചല്ലേ വരുന്നുള്ളൂ. പിന്നെ വീട്ടിന്റെ അകത്ത് വെക്കാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് മണി പ്ലാന്റ് ഒക്കെ വെക്കാൻ അങ്ങനെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ചട്ടിയാണ് കേട്ടത് ഇത് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണോ 6 രൂപയുടെ ചട്ടി എന്ന് പറഞ്ഞത്? 6 രൂപയല്ല, വിലയുണ്ട്. ഇത് എത്ര രൂപ? അത് 12 രൂപയൊക്കെ വരുന്നുണ്ട്. ഇത് വേറെ ടൈപ്പ് ആണല്ലേ ഇത്? അപ്പൊ ഇത് വേറെ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് വേറെ ടൈപ്പ് ചട്ടികളാണ്. ഇത് അത്യാവശ്യം ചെറിയ ചെടികളൊക്കെ, മണി പ്ലാന്റ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെടികൾ സ്നേക്ക് പ്ലാന്റുകൾ വെക്കാൻ, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാറ്റി നടാനൊക്കെ ആയിട്ട് കൊമ്പൂത്തി പിടിപ്പിക്കാൻ അങ്ങനത്തെ ഒക്കെ പറ്റിയ ചട്ടികളാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ചും കൂടെ വലിപ്പം കൂടിയത് ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ? ഇത് നോർമൽ ചട്ടിയല്ലേ, ഇന്നറില്ലാത്ത ചട്ടികൾ? ഓക്കെ ഇങ്ങനെ വരണ ചട്ടികളാണ്, ഇന്നത് വരുന്നതാണ്. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? 100 രൂപ വരുന്നുണ്ട്. 100 രൂപ ആയിക്കോട്ടെ റേഞ്ച്. അതിന്റെ ഏറ്റവും ചെറുത് 80 രൂപ. ഏറ്റവും അതിന്റെ ചെറുത് വരുമ്പോ ഒരു 80 രൂപ റേഞ്ചില്. ഈ ടൈപ്പിലൊക്കെ 50 രൂപ, ഇത് 70 രൂപ. അങ്ങനത്തെ ടൈപ്പ് ചട്ടികൾ 80, 70 അങ്ങനെ വെറൈറ്റി 250 രൂപയുടെ വെറൈറ്റി. അത് മിനറുള്ള തന്നെയാണ്. ഇതും ഇന്നറുള്ള ടൈപ്പാണ്. ഇതിനൊക്കെ എത്ര ആയിരിക്കും? 250 രൂപ. 250 രൂപ റേഞ്ച്. ടൈപ്പ് 70 രൂപ വരുന്നുണ്ട്. ഒരു ഗ്ലാസ് പോലത്തെ ഒരു വരുന്നല്ലേ? പ്ലാസ്റ്റിക് ആണത്? പ്ലാസ്റ്റിക് ആണ്. നമുക്കൊരു ഒരു എഫക്റ്റ് വരുന്ന ടൈപ്പ് ചെടിച്ചട്ടിയാണ് അത് വരുന്നത്. ഇത് ഇന്നറുള്ള 130 രൂപ വരുന്നുണ്ട്. ഇത് ഇന്നറില്ല, 150 രൂപ. ഈ അടിയത്തെ പച്ചച്ചട്ടി ഇന്നറില്ലാത്താണ്, എന്നാലും ആ ഒരു റേഞ്ച് ആയിരിക്കും കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത്. ഈ ചെറുതിന് എത്രയായിരിക്കും? അത് 4 രൂപ. ഇത് പറ്റി നമുക്ക് എന്തെങ്കിലും നടാനൊക്കെ പറ്റിയ ടൈപ്പ് കെട്ടിലാട്ടോ. അപ്പൊ അത് വേണ്ടവർക്ക് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. 4 രൂപ റേഞ്ച് ആയിരിക്കും തന്നെ. പിന്നെ ഈ ഒരു മോഡല് ഇത് ഹാങ്ങിങ് അല്ലല്ലോ? ഹാങ്ങിങ് അല്ല, നമുക്ക് മേശപ്പുറത്തൊക്കെ വെക്കണമെങ്കിൽ വെള്ളം പൂവിലയില്. ഇതിന് വെള്ളം പോവില്ലല്ലേ? ഇത് നമുക്ക് വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടികള് വെക്കേണ്ട ചട്ടിയാണ് കേട്ടോ. അത് അതിന്റെ വേറെ 15 രൂപ. 15 രൂപ ആയിക്കോട്ടെ. ഇതിന്റെ വേറെ മോഡൽ ഇതല്ലേ? അതിന്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ അത്. ഈ ഒരു ചെറുത് ഇതിനാ റേറ്റ് തന്നെയാണോ? 15 തന്നെയാണ് റേറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവങ്ങള് ഈ അധികം വെള്ളം ആവശ്യമില്ലാത്ത, ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി എന്നുള്ള ചെടികൾ വെക്കാനുള്ള ചട്ടികളാണ് ഇത് വന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഇവിടെ ഇതിന്റെ വേറെ തന്നെ കുറച്ചും കൂടി ഡിസൈൻ ഉള്ളത്. ഇത് അങ്ങനത്തെ ഹോളില്ലാത്ത ചട്ടികളാണ്. അപ്പൊ അങ്ങനത്തെ വെള്ളം ആവശ്യമില്ലാത്ത ചെടികൾക്ക് വെക്കാൻ പറ്റും. ഇതിനും ഇതിനെത്ര 20 രൂപ കേട്ടോ ഇതിന്റെ റേഞ്ച് തന്നെ. അങ്ങനത്തെ ഒരുപാട് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നമുക്ക് ഈ ഓർക്കിഡ് വെക്കാനായിട്ട് നമുക്ക് മരത്തുമ്മയൊക്കെ ഓർക്കിഡ് കെട്ടി വെക്കാനുള്ള ടൈപ്പ് സാധനമാണ് കേട്ടോ അത്. ഇത് പ്ലാസ്റ്റിക്കിന്റെ. ഇത് ഒരെണ്ണത്തിന് എത്ര രൂപ ആയിരിക്കും റേഞ്ച് തന്നെ? 15 രൂപ പറഞ്ഞോളൂ കേട്ടോ അതെ. ഈ ഒരെണ്ണത്തിന്റെ റേറ്റ് നമുക്ക് മരത്തിനൊക്കെ വെച്ച് ഇങ്ങനെ ഇതിന്റെ അകത്ത് ചകിരിയും കരിയും ഒക്കെ ഇട്ട് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങള് അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളുണ്ട്. കുറെ ഉണ്ട് കേട്ടോ അവിടെ, കുറെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് മണി പ്ലാന്റുകളൊക്കെ കയറ്റാൻ പറ്റിയ അതിന്റെ സംഭവങ്ങളുണ്ടോ? ഇത് സ്റ്റിക്കുകൾ. ഇത് എത്ര രൂപയായിരിക്കും റേറ്റ്? ചെറുത് 60 രൂപ, വലുതാണെങ്കിൽ 75 രൂപ. അതിന്റെ വലുത് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാ വലുതാണെങ്കിൽ 75 രൂപ, ചെറുത് 60 രൂപ റേഞ്ചിലായിരിക്കും കേട്ടോ വന്നത്. അതുണ്ട് ഇവിടെ. പിന്നെ ഞാൻ നോക്കിയപ്പോ നമുക്ക് ചട്ടികൾക്ക് വേണ്ട പ്ലേറ്റുകൾ ഉണ്ടല്ലേ? അത് ഇപ്പോൾ ഒരുപാട് ചട്ടികൾക്ക് വെക്കാൻ പറ്റിയ പ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഇതിന് ഒക്കെ എത്ര ആയിരിക്കും വരെ ഒരെണ്ണത്തിന്? 10 തുടങ്ങി 35 വരെ ഉണ്ട് ചട്ടികള് വലിപ്പനുസരിച്ച്. ഇതാ നമുക്ക് ചെടികളുടെ അടിയിൽ വെള്ളം മറ്റേ നിലത്ത് പോവാതിരിക്കാനായിട്ട് വെക്കാവുന്ന, നമുക്ക് വീണ്ടും അകത്ത് ചട്ടികളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അതേ പല ടൈപ്പ് അതിന്റെ ഇതൊക്കെ പ്ലേറ്റുകളാണുള്ളത്. ഇതൊക്കെ അതിന്റെ ടൈപ്പ് പ്ലേറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഉണ്ട്. അപ്പൊ അത് വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. സ്ക്വയർ ടൈപ്പ് സ്ക്വയർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പും ഉണ്ട്. അപ്പോൾ റേറ്റ് ഇവിടെ ചോദിച്ചാൽ മതി.
പലതിനും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് റേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഓർക്കിഡുകൾ വെക്കാനുള്ള ചട്ടികളുണ്ട്. അതേ ഓർക്കിഡ് ചട്ടികളുണ്ട് കേട്ടോ. അതേ ഇവിടെ ഇത് 20 തുടങ്ങി 10 വരെ ഉള്ളതുണ്ട്. ഓർക്കിഡ് ഇങ്ങനെ ഹോള് വരുന്നത് അതുകൊണ്ടാണ് ഓർക്കിഡ്. അതിന്റെ വൈറ്റ് കളർ ആണെങ്കിൽ 25 രൂപ വരുന്നുണ്ട്. അവൈലബിൾ ആണ്. വൈറ്റ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇത് വേര് പോകാൻ ഒക്കെ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചകിരിയും ഇതൊക്കെ വെക്കുമ്പോ നല്ല ഉള്ളുണ്ട് അതിന് വെക്കാനുണ്ട്. അതായത് ഇപ്പൊ ആ സാധനത്തിന് പകരമല്ലേ, ഇതിന് പകരം നിങ്ങൾക്ക് ചട്ടി വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മരത്തിൽ വെക്കാനല്ല നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വെക്കാനാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ടൈപ്പ് ചട്ടികൾ അവൈലബിൾ ആണ്. അതിന് തന്നെ ചെറുതും ഉണ്ട്, വലുത് മാത്രമല്ല ചെറുതുണ്ട്. ഈ ചെറുതിനൊക്കെ എത്രയായിരിക്കും വരാ? 10 രൂപ വരുന്നുണ്ട്. 10 രൂപയൊക്കെ ആയിക്കോട്ടെ ചെറുതിന് റേറ്റ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ അതിന്റെ ടൈപ്പ് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്, പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനത്തെ ബ്ലാക്ക് അതെ അങ്ങനത്തെ പല ടൈപ്പുകൾ ബാക്കിലിരിക്കുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, വലുതിൻ്റെ തന്നെ, അങ്ങനെ അതിന്റെ പല ടൈപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് എന്ത് ടൈപ്പ് ചട്ടിയായിരുന്നു? ഹാങ്ങിങ് എടുത്ത് ഇവിടെ ഹാങ്ങിങ് ചട്ടികളാണോ? എല്ലാ സൈസ് കളറുകളും ഉണ്ട്. ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റിയ ചട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അത് താല്പര്യമുള്ള അതുണ്ട് ഇവിടെ. അതിന്റെ കളറ് വേറെ വൈറ്റും ഉണ്ട്. അതിന്റെ ഇതാ റെഡ്, ഇതാണോ അതിന്റെ റെഡ്? റെഡ് വേണ്ടവർക്ക് ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. അത് 30 രൂപ വരുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ റേഞ്ച് വരുന്നുണ്ട്. അതിന്റെ വള്ളികളല്ലേ ഇവിടെ കിടക്കണേ? വള്ളികളും ഉണ്ട്, പിന്നെ ചെങ്ങല പോലത്തെ ഈ ടൈപ്പ് ഉണ്ട്. ചെങ്ങല ഈ ടൈപ്പും ഉണ്ട്. ഇതിനാണെങ്കിൽ നമ്മൾ 45 രൂപ ഹാങ്ങിങ് അടക്കാം മൊത്തം ടോട്ടൽ വരുമ്പോ അല്ലേ? പൊട്ടില്ല വേഗല്ലേ ഇതിങ്ങനെ? പൊട്ടില്ല. അതാകുമ്പോ ചിലപ്പോ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ആൾക്കാരും ഇതും കൊണ്ടുപോകുന്നവരുണ്ട്. എല്ലാവരും കൊണ്ടുണ്ട്. വള്ളി കൊണ്ടുണ്ട്. 20 തുടങ്ങി 15 തുടങ്ങി 20 രൂപ വരെയുള്ള വല്ലുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഏതാന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇതെന്ത് സാധനമായിരുന്നു? അത് സ്റ്റിക്ക് തന്നെ, മറ്റേ ചട്ടി ഇടും തന്നെ നമുക്ക്. ഹാങ്ങിങ് ചട്ടികൾ ഇത് ഈ ചട്ടികളൊക്കെ ഇടാൻ നമുക്ക്. ഇങ്ങനത്തെ ചട്ടികളൊക്കെ ഇടാൻ പറ്റിയ സ്റ്റിക്കുകളുണ്ട്. അത് നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ. ഇതും കൊണ്ടുപോകേണ്ട ആൾക്കാർ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും. ഇതാകുമ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ അല്ലേ? അങ്ങനത്തെ ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇത് അതുണ്ട്. അത് അവിടെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടില് അത് കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഇങ്ങനെ ആൾ തൂക്കിയിട്ടത് അങ്ങനെയാണ് കേട്ടോ. അത് കണ്ടോ? ഇങ്ങനെ വെച്ചാണ് തൂക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകുന്നുള്ള ഇഷ്യൂസൊന്നും ഇല്ല. നമുക്ക് ചെടികൾ വെച്ച് അങ്ങനെ ഹാങ്ങിങ് ചട്ടികൾ വെക്കാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ എത്ര രൂപ വരെ സ്റ്റാർട്ടിങ്? അത് 20 രൂപ. 20 രൂപ. മൂന്ന് കളർ ഉണ്ടല്ലേ? 3 കളർ വരുന്നത് 20 രൂപ ആയിരിക്കട്ടെ. ഇതിന്റെ റേറ്റ് വരുന്നത് കുഞ്ഞ ചട്ടികൾ. പിന്നെ ഇത് ഇന്നറുള്ളതാണോ? ഇന്നറുള്ളത് അതിന് ഒരു അത് കുഴപ്പമില്ല, പറഞ്ഞാൽ മതി ചേച്ചി. ഇതിനുള്ളൊരു ഇന്നറ് വേറെ ചട്ടി വരും. അപ്പൊ അത് നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഏകദേശം എത്ര റേഞ്ച് വരും? 80 രൂപ. 80 രൂപ കേട്ടത് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ചട്ടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സെറാമിക്കിന്റെ ഹാങ്ങിങ് ചട്ടിയാണുള്ളത്. അതുണ്ട് ഇവിടെ. അത് അങ്ങനത്തെ ടൈപ്പ് സെറാമിക്കിന്റെ $250 വരുന്നുണ്ട് മൊത്തമാണോ അതോ വള്ളി മാത്രം? വള്ളി മാത്രം അത്ര റേഞ്ച് വരുന്നുണ്ട്. ചട്ടിക്ക് 300, അങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഈ വലിയ ചട്ടിക്ക് എത്രയായിരുന്നു ഈ ഒരു ഡിസൈൻ? ഇന്നറുള്ളത് കേട്ടോ. ഇന്നറുണ്ട് ആ ചട്ടിക്ക്. അപ്പൊ അതാണ് ആ ഒരു റേറ്റ്. അത് ഇങ്ങനത്തെ ഈ മോഡലൊക്കെ 50 രൂപയുള്ളൂ. ഇത് 50 രൂപയുടെ ചട്ടിയാണ്. നമ്മൾക്ക് ചെടികൾ ബൊഗെയിൻവില്ലയൊക്കെ വെക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു മീഡിയം വലിയ ചട്ടിയാണ് കേട്ടോ ഇത് പറഞ്ഞത്. പിന്നെ ഇതും 130 രൂപ. 130. ഇത് വീടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ, അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിനൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടിയാണ് കേട്ടോ ഇത്. നമുക്ക് പിന്നെ ഈ സാധനം നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ 2 സൈഡിലൊക്കെ ഡിസൈൻ ഉള്ളത് വെക്കാൻ പറ്റിയ ചട്ടിയാണ് കേട്ടോ. അത് ഇന്നറുള്ളത്. ആ ഒരു ചട്ടിയുടെ റേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് 150, 45. ഏതാ? ഇത് 120 രൂപ. മേളിലുള്ളത് അല്ലേ?
ഇത് 45, അത് 100, അത് പിന്നെ 250 കണ്ടല്ലേ. ഇത് 120 വരുന്നുണ്ട്. ഇന്നറുള്ളതല്ലേ, സ്ക്വയർ 120 സ്ക്വയർ ചട്ടി. ഇത് 120 ആട്ടോ അതിന്റെ റേറ്റ് വന്നത്. ഇതും ഇന്നറുള്ളത് തന്നെയാ. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് 170 വരുന്നുണ്ട്. ഡിസൈനുള്ള ടൈപ്പ് ചട്ടിയാണ്. ബ്ലാക്ക് ഉണ്ട് ആഷ് കളറില്ലേ, മനസ്സിലായി. അതുകൊണ്ട് ഇത് എന്ത് ടൈപ്പ് ചട്ടികളായിരുന്നു? ഇവിടെ ഉണ്ട്. ഇത് എന്ത് ടൈപ്പ് ചട്ടിയായിരുന്നു? ഇതിൽ നിറച്ച് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പല ടൈപ്പ് ചെടികൾ വെക്കാലേ. ഇതിനുള്ള ഇത്ര സ്പേസ് ഉള്ള കാരണം, അല്ലെങ്കിൽ ഹാങ്ങിങ്ങിന്റെ ഏതെങ്കിലും ചെടികൾ വെക്കണമെങ്കിൽ അങ്ങനത്തെ ഇതിലുണ്ടെന്ന് തോന്നുന്നല്ലേ, വെള്ളം പോകാതിരിക്കാനായിട്ട്. വെള്ളം പോകാനൊക്കെയുള്ള ഇതുണ്ട്. ഇതൊക്കെ എത്ര രൂപയായിരിക്കും റേഞ്ച് പറഞ്ഞത്? 120 രൂപ. 120 രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കും കേട്ടോ ഇതിന്റെ റേറ്റ് പറഞ്ഞത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടികള് ഒരു വെറൈറ്റി ടൈപ്പ് ഫുട്ബോളിന്റെ ഷേപ്പിലുള്ള. ഇത് അതിന്റെ ഇന്നറാണോ? അതിന്റെ ഇന്നറാണ് കേട്ടോ ഇത്. 120 വരുന്നുണ്ട്. ഇത് ആ ഒരു നല്ല ഡിസൈൻ. അതിന്റെ പല പല ടൈപ്പുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. അതിന്റെ പല പല ടൈപ്പ് ചട്ടികൾ അവൈലബിൾ ആണ്. നമുക്കൊരു ഡിസൈൻ രീതിക്ക് വെക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടികളാണ് കേട്ടോ. അതെ, അതിന്റെ വെള്ളയുണ്ട്. ജസ്റ്റ് കാണിച്ചാൽ മതി ചേച്ചി. ആ വെള്ളയുണ്ട്. പിന്നെ അതിന്റെ മഞ്ഞതേ അവിടെ ഉണ്ട്. അത് മഞ്ഞ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ചട്ടികൾ കുറെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ തന്നെ കുറച്ചും കൂടി ചെറുതാണെന്നുള്ളൂ ഇത്. കുടുക്ക പോലത്തെ അങ്ങനെ വെക്കാൻ പറ്റിയ, നമുക്ക് അടീനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചട്ടിയാണ് ഇന്നറൊക്കെ. ഇതൊക്കെ എത്ര രൂപ വരും? 50 രൂപ ആയിക്കോട്ടെ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ഇത് നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു ചട്ടിയാണ്ടത്. ഇതിന് 40 രൂപ ആയിക്കോട്ടെ ഈ ഒരു ഇതിന്റെ റേഞ്ച് പറഞ്ഞത്. അതുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് പെബിൾസ് ഇല്ലേ, മറ്റേ ചട്ടിയുടെ ചുറ്റൊക്കെ ഇടാനായിട്ടുള്ള പല ടൈപ്പ് പെബിൾസുകളുണ്ട്. ഇതുണ്ട്. ഇങ്ങനത്തെ കുറച്ചും കൂടെ വലിപ്പം കൂടിയതും. ഇതൊക്കെ കിലോ കണക്ക് എത്ര ആയിരിക്കും റേഞ്ച് വരാ? ഏറ്റവും വലുത് 1 കിലോന് 80 രൂപ വരുന്നുണ്ട്. 80 രൂപ വരുന്നുണ്ട്. പിന്നെ ഇത് ചെറുത് 60 രൂപ. 60 രൂപ കേട്ടോ ഒരു കിലോ റേറ്റ്. കളർ 1 കിലോന് ഇത് കളറ് ഇത് 50 രൂപ. 50 രൂപ കേട്ടോ കളറിന്റെ റേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെടിയുടെ ചുറ്റൊക്കെ മണ്ണുണ്ട്. അതിന്റെ തന്നെ ഒരു ഇതുണ്ട്, കുറച്ചും കൂടെ ഒരു മീഡിയം സൈസ് 70 രൂപ കേട്ടോ അതിന്റെ റേഞ്ച് തന്നെ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാ. ഇങ്ങനെ നമ്മള് ഇപ്പൊ ഇതിങ്ങനെ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് മണ്ണ് ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെബിൾസുകൾ ഭംഗിക്ക് ഇടാൻ പറ്റുന്നത്. ഇങ്ങനത്തെയൊക്കെ ചട്ടികളിൽ പെബിൾസുകൾ ഇങ്ങനെ ഭംഗിക്ക് ഇടാൻ പറ്റാട്ടോ. അത് യൂസ് ചെയ്യണേ അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് പെർലൈറ്റ് അല്ലേ? ഇത് വെള്ളം മണ്ണും മിക്സ് ചെയ്തിട്ട് ചെടികൾ നടാനായിട്ട്. അതായത് നമ്മള് ഇതും മണ്ണും വളമൊക്കെ മിക്സ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടാവും നന്നായിട്ട്. മണ്ണെപ്പോഴും ഇളകി കിടക്കും ഈ സാധനം യൂസ് ചെയ്യണം. ഇതിന് എത്ര റേറ്റ് പറഞ്ഞ ഈ പെർലൈറ്റ്? ഇത് 1/2 കിലോ 125 രൂപ. 1/2 കിലോന്റെ ഇതിന് വരുമ്പോൾ 125 രൂപ വരും. ഇത് പിന്നെ എന്തായിരുന്നു, വളമാണോ? ഇതെന്ത്? വേപ്പിമണ്ണാക്കട്ടോ. വേപ്പിമണ്ണാക്കുണ്ട്. അത് വേണവർക്ക്, വേപ്പിമണ്ണാർക്ക് വേണ്ടവർക്ക് അതുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും. അപ്പോൾ അതുണ്ട്. പിന്നെ ഇങ്ങനെ മിറാക്കിൾ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നുണ്ട് ഇവിടെ. മിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ മരുന്നുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മരുന്നുകൾ നിങ്ങൾക്ക് വന്ന് ഇവിടെ വാങ്ങിക്കാം. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോട്ടി മിക്സ്. അതായത് നമുക്ക് 10 കിലോ 150 രൂപ. 150 രൂപ 10 കിലോ. ഇത് മറ്റേ നോർമൽ നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പോട്ടി മിക്സ് ഉണ്ട് ആ ഒരു റേഞ്ചിന്. പിന്നെ ചകിരിച്ചോറുണ്ടല്ലേ, ചകിരിച്ചോറ് ഇവിടെ അത്യാവശ്യം നമുക്ക് കാണിക്കാം. ചകിരിച്ചോറ് ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് ഇത് എത്ര വരുന്നത്? 4 കിലോ 150 രൂപയായിട്ട് വരുന്നുണ്ട്. 150 രൂപ. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. വെള്ളം നനച്ച് കഴിഞ്ഞാൽ 4 കിലോത്തിന്റെ 3 കിലോത്തിന്റെ ഒക്കെ ഉണ്ട്. 1 കിലോത്തിന്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചകിരിച്ചോറ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. കരിയുണ്ട്. പിന്നെ കരി ഇത് മറ്റേ ഇതിനിടാനല്ലേ? 2 കിലോത്തിനാണ് ഇത്. എന്തായിരുന്നു? ഇത് കരിയാണ്. നമുക്ക് ഓർക്കിഡിന് ഇടാൻ പറ്റിയ കരിയുണ്ട്. അതിനൊക്കെ എത്ര വരുന്നത്? അതിന് ഇതിന്റെ റേറ്റിന് ഞാൻ കൊടുക്കണം. ഇതിന്റെ പ്രിന്റ് ചെയ്ത റേറ്റിലായിക്കോട്ടെ കൊടുക്കണ്ടാവും. കരി നിങ്ങൾക്ക് മറ്റേ ഇതിലിടാനായിട്ട് ഓർക്കിഡില് ചകിരിയും കരിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടാനുള്ള കരി ഉണ്ട് ഇവിടെ. അത് വേണ്ടവര് ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ
പിന്നെ കവറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. ഗ്രോ ബാഗ്. ഗ്രോ ബാഗും ഉണ്ട്, മറ്റേ 12 ഈ കവറിനൊക്കെ 6 രൂപ. ഗ്രോ ബാഗുകൾ ഉണ്ട് കേട്ടോ. 6 രൂപയാണ് ഈ ഒരു ഗ്രോ ബാഗിൻ്റെ റേറ്റ് വന്നത്. നിങ്ങൾക്ക് 6 രൂപ. വലുത് 8 രൂപ വരുന്നുണ്ട്. പച്ചക്കറിയൊക്കെ നടാനും എന്തെങ്കിലുമൊക്കെ നടാനൊക്കെ പറ്റിയ ഗ്രോ ബാഗുകളാണ്. അതുണ്ട് ഇവിടെ. അതേ വേറെ വലിയ ഗ്രോ ബാഗ് ഉണ്ടല്ലേ, അതിൻ്റെ വലുതുണ്ട്. 8 രൂപ 10 രൂപയൊക്കെ ഉള്ളതുണ്ട്. 20 രൂപയുടെ വരെ ഉണ്ട്. 20 രൂപയുടെ വരെ റേഞ്ച് വരുന്ന ഗ്രോ ബാഗുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വലിയത് ചെറുത് മുതൽ വലിയ വരെ ഗ്രോ ബാഗുകൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഗ്രോ ബാഗ് ആണ്ടത് ഇത്. 20 രൂപ റേഞ്ച്, ഒരു പീസ് 20 റേഞ്ച് വരുന്ന ആ ഗ്രോ ബാഗ് ഉണ്ട് ഇവിടെ. പിന്നെ വേറെ വെറൈറ്റി അല്ലേ, 12 രൂപയൊക്കെ വരുന്നുണ്ട്. ഇത് പച്ചക്കറി നടാൻ പറ്റിയ ഗ്രോ ബാഗാണ്. വെജിറ്റബിൾ ഗ്രോ ബാഗാണത്. പച്ചക്കറി നടാൻ പറ്റിയ കറക്റ്റ് ഗ്രോ ബാഗാണ്. ഇതിന് എത്രയാണെന്ന്? ഇതിന് 12 രൂപ 15 രൂപയുടെ ഒക്കെ ഉണ്ട്. ആ ഒരു പല റേഞ്ചിന്റെയും ഉണ്ട് കേട്ടോ. ചെറുതുകളുണ്ട് അതിന്റെ. ചെറുത് മുതൽ വലുത് വരെ ഇവിടെ അവൈലബിൾ ആണ് ഗ്രോ ബാഗുകൾ. അതുണ്ട്. പിന്നെ മറ്റേ പുറത്ത് സിമെന്റ് ചട്ടി ഇരിക്കേണ്ടത് തോന്നുന്നില്ല. സിമെന്റ് ചട്ടികളൊന്ന് കാണിക്കാമോ? സിമെന്റ് ചട്ടികൾ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ഇത് മീഡിയം 70 രൂപ. 70 രൂപ മീഡിയം. ഇത് നമുക്ക് ബൊഗേൻവില്ലയ്ക്ക് കറക്റ്റ് വെക്കാൻ പറ്റിയ സിമെന്റ് ചട്ടികളുണ്ട്. മീഡിയം സൈസ് സിമെന്റ് ചട്ടികളുണ്ട്. പിന്നെ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞതല്ലേ, കുറഞ്ഞത് ഇത് 50 രൂപ. 50 രൂപയുടെ അതിൻ്റെ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ ചട്ടി ഉണ്ട്. പിന്നെ ഇത് 100 രൂപയുടെ. 100 രൂപയുടെ കുറച്ചും കൂടെ വലിയ ടൈപ്പ് ചട്ടിയാണ്. എങ്ങനെ വെച്ചാൽ അങ്ങനത്തെ ഒരു ടൈപ്പ്, ഇത് 80ന്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് ചട്ടി ഉണ്ട്. 80. ഇതിലും പോകാൻ വലിയ വെക്കണമെങ്കിൽ വലിയ സൈസ് വെക്കാം. ഇത് എത്രയാണ്? 80 രൂപ. 80 രൂപയുടെ വലിയ ചട്ടിയാണ്. കുറച്ചും കൂടെ അത്യാവശ്യം വലിയൊരു സൈസ് വരുന്ന ചട്ടിയാണ് അവിടെ ഉള്ളത്. പിന്നെ മീൻകുളം ഉണ്ടല്ലോ അവിടെ പറഞ്ഞാൽ, അതിന് 850 രൂപ വരുന്നുണ്ട്. മീനിന്റെ കുളം നമുക്ക് വെറുതെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെള്ളം വെച്ച് വെച്ചാൽ മതി. അത് നമുക്ക് കാണിക്കാം. അതെ, അതിൻ്റെ തന്നെ വേറെ ചെറുത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെ, 400 രൂപയുടെ അതിൻ്റെ ചെറുതുണ്ട് ഇവിടെ. അത് വേണ്ടവർക്ക് അത് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ വേറൊരു ചട്ടി ഇരിക്കുന്നുണ്ടല്ലോ, 65ന്റെയും. ഇത് അത് എന്ത് ടൈപ്പ് ചട്ടിയായിരുന്നു? ചെറുത് അടീനിയൊക്കെ വെക്കാം നമുക്ക്. അടീനിയം വെക്കാം. 50 രൂപ. 50 രൂപയാണ് അടീനിയം ചട്ടികൾ. അതിന്റെ വലിപ്പമുള്ളതുണ്ട്. 65 രൂപയുടെ. അതിന്റെ കുറച്ചും കൂടെ വലുതുണ്ട്. അതവിടെ ഇരിക്കുന്നത്. അതുണ്ട് കേട്ടോ അവിടെ. അങ്ങനത്തെ ചട്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി പോണ വഴിക്ക് പരിയാരം കഴിഞ്ഞ് പൂവത്തിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. ആ പമ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലിറ്റിൽ ഫ്ലവർ നഴ്സറി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ നമുക്ക് ഓൺലൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സെറാമിക്കിൻ്റെ ചെറിയ ചട്ടികൾ മാത്രമേ ഓൺലൈനായിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ചട്ടികളൊന്നും നമുക്ക് ഓൺലൈനായിട്ട് അങ്ങനെ കൊടുക്കാനുള്ള അവൈലബിലിറ്റി ഇവിടെ ഇല്ല. അപ്പോൾ ഓൺലൈൻ വേണ്ടവർക്ക് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചെറിയ ചട്ടികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ ഒറ്റ ഒരു പ്രൊഡക്റ്റിനും അവർ ഓൺലൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക, വാങ്ങേണ്ടവർ ഇവിടെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ വരിക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ചേച്ചി. താങ്ക് യു.